ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3യുടെ മാത്സിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. എൻ്റെ പേര് ജോസ് കാപ്പൻ. നിങ്ങളെ എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 20 ചോദ്യങ്ങളുണ്ട്. ഈ 20 ചോദ്യങ്ങളിൽ കുറേ ചോദ്യങ്ങൾ എളുപ്പമുള്ളതായിരുന്നു, എന്നാൽ 3-4 ചോദ്യങ്ങൾ നല്ല ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആവറേജ് ഒരു 15 മാർക്കൊക്കെ നിങ്ങൾക്ക് 20ൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് പരിചയപ്പെടാം. നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ ചോദ്യം, ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഈസ് 132, ഇഫ് ഓൺലി ദ ലാർജ് വൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3, ദ ന്യൂ പ്രൊഡക്റ്റ് വിൽ ബി. അല്ലേ? ചോദ്യം ഇതാണ്. രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 132 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിലെ വലിയ നമ്പർ 3 കൂട്ടിയിട്ട് ഗുണിച്ചാൽ എത്രയായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക എന്നതാണ് ചോദ്യം. അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പർ ഉണ്ട്, അവയുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ 132 ആണ്. അതിലെ വലിയ നമ്പർ 3 കൂട്ടി എന്നിട്ട് പഴയ ചെറിയ നമ്പറുമായി ഗുണിച്ചാൽ എത്ര പ്രൊഡക്റ്റ് കിട്ടും എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എങ്ങനെയാ മക്കളെ ഇത് ചെയ്യുന്നേ? നമുക്കറിയാം, രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അല്ലേ 132 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്പർ എക്സ് എന്നെടുക്കാം, അടുത്ത നമ്പർ x+1 എന്നെടുക്കാം. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ, തുടർച്ചയായ രണ്ട് സംഖ്യകൾ. ഇവയുടെ ഗുണനഫലമാണ് 132 എന്ന് തന്നിരിക്കുന്നത്, ആണോ? അപ്പോൾ x×x+1 132 ആണ്. എപ്പോഴും ഓർക്കുക, രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഗുണനഫലം തന്നിട്ട് അതിലെ ആദ്യത്തെ നമ്പർ കാണാൻ ചോദിച്ചാൽ ചെയ്യാനുള്ളൊരു ഷോർട്ട് കട്ട് ഉണ്ട്. 132 മുൻപുള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കുക. പെർഫെക്റ്റ് സ്ക്വയർ അത് 121. ഏതിൻ്റെയാ? 11ൻ്റെയാ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഫസ്റ്റ് നമ്പർ 11 ആയിരിക്കും, സെക്കൻഡ് നമ്പർ 12 ആയിരിക്കും. 11 × 12 ആണ് 132. ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഒന്നുകൂടെ പറഞ്ഞു തരാം. x×x+1 132 എന്നല്ലേ? അപ്പോൾ ഒരു സംഖ്യയും അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയും കൂടെ ഗുണിക്കുമ്പോൾ 132 കിട്ടണം, ശരിയല്ലേ? അപ്പം ഏതാണ് ആ സംഖ്യകൾ എന്നറിയണമെങ്കിൽ 132 മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കണം. 121 അത് 11ന്റെ സ്ക്വയറാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് നമ്പർ 11ഉം സെക്കൻഡ് നമ്പർ 12ഉം ആയിരിക്കും. 11 × 12 ആണ് 132. ഈ ടെക്നിക്ക് എല്ലായിടത്തും ശരിയാകും. തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 132 തന്നിട്ടുണ്ട്. അതിലെ സംഖ്യകൾ കണ്ടുപിടിക്കാൻ 132 മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. 121 ആണ്, അത് 11ൻ്റെയാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് നമ്പർ 11ഉം സെക്കൻഡ് നമ്പർ 11 + 1 12 ആയിരിക്കും. അപ്പൊ ആ രണ്ട് സംഖ്യകൾ ഒന്ന് 11ഉം ഒന്ന് 12ഉം ആണെന്ന് കിട്ടി. ഇനി പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് നമ്പർ അങ്ങനെ തന്നെ എഴുതുക, സെക്കൻഡ് നമ്പർ 3 കൂട്ടുക. 12നോട് 3 കൂട്ടിയാൽ 15. ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്ര എന്നാണ് ചോദ്യം. 165 ആണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 165 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഓർത്തോണം. തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ട് ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇതിന് മുൻപുള്ള, അല്ലേ, തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ നോക്കുക. 121 അത് 11ൻ്റെയാണ്, അല്ലേ? അപ്പോൾ ആദ്യത്തെ നമ്പർ 11ഉം അടുത്ത നമ്പർ 12ഉം ആണ്. സോ 11 × 12 ആണ് 132. പല സാഹചര്യങ്ങളിൽ ഇത് വരും കേട്ടോ. x×x+1 = 132 എന്നാണ്. ഇങ്ങനെ തന്നിട്ട് എക്സ് കാണാൻ ചോദിച്ചാൽ ആണ് 132 മുന്നേ ഉള്ള പൂർണ്ണവർഗം എടുത്ത് ചെയ്യേണ്ടത്. റെഡി ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം മക്കളെ, ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ എ ക്ലാസ് ഈസ് 5:4. ഇഫ് 18 more boys join the class, the ratio becomes 7:4. The number of girls is. അതായത് ഒരു ക്ലാസ്സിലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 5:4 ആണ്, അല്ലേ? ഒരു ക്ലാസ്സിലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 5:4 ആണ്. ക്ലാസ്സിലേക്ക് 18 കൂടുതൽ ആൺകുട്ടികൾ വന്നപ്പോൾ ഇവരുടെ റേഷ്യോ 7:4 ആയിട്ട് മാറി എങ്കിൽ ചോദ്യം ഇതാണ്, ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ്. ആ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. അതായത് ഒരു ക്ലാസ്സിൽ ബോയ്സും ഗേൾസും 5:4 എന്ന റേഷ്യോയിലാണ്. അതിലേക്ക് ഗേൾസ് കൂടുതലായിട്ട് ആരും വന്നില്ല. ബോയ്സ് 18 പേര് വന്നപ്പം
ഈ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 5:4 ആയിരുന്നത് 7:4 എന്ന് മാറി എങ്കിൽ എത്രയാണ് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ എണ്ണം എന്നതാണ് ചോദ്യം. മക്കളെ, നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഗേൾസ് ആരും വന്നിട്ടില്ല, ബോയ്സ് മാത്രമാണ് വന്നത്. അതുകൊണ്ട് ഇവിടെ ഗേൾസിൻ്റെ റേഷ്യോ മാറിയിട്ടില്ല, ബോയ്സിൻ്റെ റേഷ്യോ മാത്രമാണ് മാറിയത്. അതായത് ഗേൾസിൻ്റെ റേഷ്യോ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഗേൾസിൻ്റെ റേഷ്യോ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ബോയ്സിൻ്റെ റേഷ്യോ കൂടിയിട്ടുണ്ട് അല്ലേ. 18 കൂടിയപ്പം 2 റേഷ്യോ അല്ലേ വർദ്ധിച്ചേക്കുന്നത്. അപ്പോൾ 2 റേഷ്യോ എന്ന് പറയുന്നത് 18 എണ്ണത്തിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 9 എണ്ണത്തിന് തുല്യമാണ്. ഒരു റേഷ്യോ 9 ആണെങ്കിൽ പെൺകുട്ടികൾ എത്ര എന്നാ ചോദ്യം. പെൺകുട്ടികൾ 4 റേഷ്യോ ഉണ്ട്. ഒരു റേഷ്യോ 9 ആണ്, 4 റേഷ്യോ 9 4 36 ആണ്. അപ്പോൾ അവിടെയുള്ള പെൺകുട്ടികളുടെ എണ്ണം 36 എന്ന് കിട്ടും. പെൺകുട്ടികളുടെ എണ്ണം 36 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയാം, ബോയ്സും ഗേൾസും 5:4 എന്ന റേഷ്യോയിലാണ്. 18 ആൺകുട്ടികൾ വന്നപ്പോൾ അത് 7:4 ആയിട്ട് മാറി. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഗേൾസിൻ്റെ റേഷ്യോ മാറുന്നില്ല അല്ലേ, ബോയ്സിൻ്റെ റേഷ്യോ മാറുന്നു. ബോയ്സ് മാത്രമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ബോയ്സിൻ്റെ മാത്രം റേഷ്യോയെ മാറിയിട്ടുള്ളൂ. 2 റേഷ്യോ കൂടി 18 ബോയ്സ് വന്നപ്പം, അതിൻ്റെ അർത്ഥം 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ 18 ബോയ്സിന് തുല്യമാണ്. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 9 റേഷ്യോ ആണ്. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 9 ബോയ്സ് ആണ്, അല്ലെങ്കിൽ 9 എണ്ണമാണ്. അങ്ങനെയെങ്കിൽ 4 റേഷ്യോ എന്ന് പറഞ്ഞാൽ 9 4 36 ആണ്. ഇതാണ് ഒരു മെത്തേഡ്. 2 റേഷ്യോ 18 എണ്ണത്തിന് തുല്യം, ഒരു റേഷ്യോ 9 എണ്ണമാണ്. ഗേൾസ് 4 റേഷ്യോ, അപ്പം 4 റേഷ്യോ എത്ര എണ്ണം നോക്കണം. ശരി, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മെത്തേഡ് ചെയ്യാം. നോർമൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും അല്ലേ. അതായത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ നമുക്കറിയാം. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണ്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം നമുക്ക് 5x എന്ന് എടുക്കാം, ഗേൾസിൻ്റെ എണ്ണം നമുക്ക് 4x എന്ന് എടുക്കാം. ബോയ്സ് 18 പേര് വന്നെങ്കിൽ ബോയ്സിൻ്റെ പുതിയ എണ്ണം 5x + 18 ആണ്. ഗേൾസിൻ്റെ പുതിയ എണ്ണം 4x മാത്രമാണ്, കാരണം ഗേൾസ് കൂടുതൽ വന്നില്ല. അപ്പോൾ റേഷ്യോ 7:4 ആയി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5x + 18 ഡിവൈഡഡ് ബൈ 4x എന്ന് പറയുന്നതാണ് 7/4. ശരിയാണോ മക്കളെ? ഇനി ഇത് ഇങ്ങോട്ട് ഗുണിക്കാം. അങ്ങനെ ഗുണിക്കുമ്പം 20x + 72 = 28x എന്ന് വരും. ഇങ്ങനെ ഗുണിക്കുമ്പം ശരിയല്ലേ? ഇത് ഇങ്ങോട്ട് പോകുമ്പം നമുക്ക് 8x എന്ന് വരും. 8x = 72 എന്ന് കിട്ടും. അതിൽ നിന്ന് x എത്ര എന്ന് വരും? x = 72/8, അതായത് 9 എന്ന് കിട്ടും. ശരിയല്ലേ? x 9 ആണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണമാണ് കാണേണ്ടത്. ഗേൾസ് 4x എന്നാണ് എടുത്തേക്കുന്നത്. സോ 4 × 9 ആൻസർ 36 എന്ന് വരും. ഇതാണ് ഈ കണക്ക് നോർമലി ചെയ്യുന്ന മെത്തേഡ്. അത് കുറച്ചുകൂടെ ലെങ്തിയാണ് അല്ലേ. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, എ ഷോപ്പ് കീപ്പർ മാർക്സ് ആൻ ഐറ്റം 25% എബോവ് ദ കോസ്റ്റ് പ്രൈസ്, 25% വില കൂട്ടിയിട്ടു. ആൻഡ് അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 20%, ദ ഗെയിൻ ഓർ ലോസ് ഈസ്. അതായത് ഒരാൾ 25% വില കൂട്ടിയിട്ടിട്ട് 20% വില ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം? 25% വില കൂട്ടിയിട്ടിട്ട് 20% വില കുറച്ച് കൊടുത്താൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? 25% കൂട്ടിയിടുക എന്ന് പറയുമ്പം 125/100 എന്ന് എഴുതണം. ആണോ? 20% കുറച്ച് കൊടുത്തു എന്ന് പറയുമ്പം 80/100 എന്ന് എഴുതണം. ഇങ്ങനെയാണ് ഇത്തരം കണക്കുകൾ ചെയ്യാൻ പഠിച്ചത്. 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. 25 വെച്ച് ഇത് 4 തവണ, 25 വെച്ച് ഇത് 5 തവണ, 4ഉം 80ഉം വെട്ടിക്കളയാം. 20 × 5 100 /100 എന്ന് വരും അല്ലേ. സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പം ഈ 100നേക്കാൾ എത്ര കൂടുതലാണ് മുകളിൽ അല്ലെങ്കിൽ കുറവാണ് മുകളിൽ എന്ന് നോക്കി ഉത്തരം എഴുതുന്നേ. ഇവിടെ 100 തന്നെയാണ് മുകളിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി 0 ആണ് ചേഞ്ച്. അതായത് ഇങ്ങനെ ചെയ്താൽ ഈ കച്ചവടത്തിൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മുന്നോട്ട് പോവാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, എക്സിന് ഒരു വില തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 0.2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 0.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എക്സ് കണ്ടുപിടിക്കണം. എനിക്കറിയാം മക്കളെ, ഇവിടെ 0.4 അല്ലേ കിടക്കുന്നത്, ഇവിടെയും 0.4 ആക്കുവാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് മുകളിലും ഞാൻ 2 കൊണ്ട് ഗുണിച്ചു, ഇതിൻ്റെ താഴെയും ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്തായിട്ട് മാറും? മുകളിൽ 2 ആയി, താഴെ 2 × 0.2 0.4 എന്ന് വന്നു, പ്ലസ് 3 ഡിവൈഡഡ് ബൈ 0.4 എന്ന് വന്നു. ഇപ്പം താഴ്വശം ഒരേപോലെ ആയതുകൊണ്ട് കൂട്ടാൻ മുകൾ വശം കൂട്ടി 5, താഴെ 0.4 എന്ന് കിട്ടി. 5/0.4 ആണ് എക്സിൻ്റെ വില. നമുക്ക് എക്സ് ഡിവൈഡഡ് ബൈ 0.5 എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വില കിട്ടിയല്ലോ, 5 ഡിവൈഡഡ് ബൈ 0.4 ആണ്. ശരിയാണോ? ആണ്. 5 ഡിവൈഡഡ് ബൈ 0.4 ആണ്. ഈ ഡിവൈഡഡ് ബൈ 0.5 കാണണം അല്ലേ? 0.5 എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കറിയാം 1/2 അല്ലേ? അപ്പോൾ 0.5ൻ്റെ സ്ഥാനത്ത് ഞാൻ 1/2 എന്നങ്ങ് എഴുതി വെച്ചു ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു അല്ലേ 1/2 തിരിഞ്ഞു വരുമ്പോൾ 2/1 ആകും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 10 ഡിവൈഡഡ് ബൈ 0.4 എന്ന് കിട്ടും. ആണോ? യെസ്. മുകളിലും താഴെയും നമ്മൾ 10 കൊണ്ട് ഗുണിക്കാൻ, പോയിന്റ് കളയാൻ. മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിക്കുമ്പം നമുക്ക് 100 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും അല്ലേ? സോ ആൻസർ 25 എന്നാണ് കിട്ടുന്നത്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇവിടെ ഞാൻ ഇത് 0.2 ആണ്, 0.4 ആകുവാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. മുകളിലും താഴെയും 0.2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഇത് അംശം കൂടെ കൂട്ടി ഛേദം 0.4 തന്നെ. ഇതാണ് എക്സിൻ്റെ വില അല്ലേ? എക്സ് ബൈ 0.5 ആ ചെയ്യേണ്ടത്. ഇതാണ് എക്സിൻ്റെ വില. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ 1/2 ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഹരിക്കാനുള്ള നിയമം തിരിച്ചിട്ട് ഗുണിക്കാന്നാണ്. അപ്പോൾ 5 ഡിവൈഡ് ബൈ 0.4 ഇൻറ്റു 1/2 തിരിഞ്ഞു വന്നു 2/1. അപ്പം ഇവിടെ ഗുണിക്കുമ്പോൾ 10 വരും, താഴെ ഗുണിക്കുമ്പോൾ 0.4 വരും. പോയിന്റ് കളയാൻ മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിച്ചു. അപ്പം 100/0.4 ഇൻറ്റു 10 4 എന്ന് വരും. 100/4 25 എന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ അല്ലേ? ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എളുപ്പമുള്ള ചോദ്യമാണ്. 60 മൈനസ് അല്ലേ 60 മൈനസ് 24 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 പ്ലസ് 4 ആണ് ചെയ്യേണ്ടത് അല്ലേ? ആദ്യം ചെയ്യേണ്ടത് ഈ കാൽക്കുലേഷനാണ്. ഇത് 8 ആണ്. ആണോ? അപ്പോൾ 60 മൈനസ് 8 ഇൻറ്റു 2 16 പ്ലസ് 4 എന്ന് വരും. 60 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 44 എന്ന് കിട്ടും. പ്ലസ് 4 നമ്മുടെ ആൻസർ 48 എന്ന് വരും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The volume of cylinders of same radius is in the ratio 16:25. What is the ratio of area of the curved surface of the cylinders? അതായത് വോളിയത്തിൻ്റെ റേഷ്യോ, 2 സിലിണ്ടറുകളുണ്ട്. ആദ്യത്തെ സിലിണ്ടറിൻ്റെ വോളിയം V1, രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ വോളിയം V2. സിലിണ്ടറിൻ്റെ വോളിയങ്ങളുടെ റേഷ്യോ 16/25 ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം കർവ്ഡ് സർഫസ് ഏരിയയുടെ റേഷ്യോയാണ്. അതായത് കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല വിസ്തീർണം, ആദ്യത്തേൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ രണ്ടാമത്തേൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, ആദ്യത്തേത് ഡിവൈഡഡ് ബൈ രണ്ടാമത്തേതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയുടെ റേഷ്യോ കാണാം. ചുറ്റുമുള്ള ഭാഗത്തെ അല്ലേ കർവ്ഡ് സർഫസ് ഏരിയയുടെ റേഷ്യോ കാണാം. ഓക്കെ മക്കളെ, രണ്ടിനും സെയിം റേഡിയസ് ആണെന്ന് ചോദ്യത്തിലുണ്ട്. സെയിം റേഡിയസ് ആണ്. ആദ്യത്തേൻ്റെ റേഡിയസും രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ റേഡിയസ് സെയിം ആണ്. അപ്പോൾ V1/V2 എന്നത് നമുക്കറിയാം സിലിണ്ടറിൻ്റെ വോളിയം πr1² ആണ് ആദ്യത്തെ സിലിണ്ടറിൻ്റെ വോളിയം. ഓക്കെ, ഡിവൈഡ് ബൈ രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ വോളിയം πr2² ആണ് അല്ലേ? ആദ്യത്തേൻ്റെ വോളിയം ബൈ രണ്ടാമത്തേൻ്റെ വോളിയം. ഈ വാല്യൂ ആണ് 16/25 തന്നേക്കുന്നത്. എനിക്കറിയാം ഇവിടെ കോമൺ ആയിട്ടുള്ളത് വെട്ടാം.
പൈയും R1ഉം R2ഉം സെയിമാണ്, കാരണം രണ്ടിനും ഒരേ റേഡിയസ് ആണെന്ന് ചോദ്യത്തിലുണ്ട്. അപ്പോൾ പൈ R1² പൈ R2² ഒരേപോലെയാണ്, വെട്ടിക്കളയാം. അപ്പോൾ എനിക്ക് മനസ്സിലായി H1 ഡിവൈഡഡ് ബൈ H2 എന്ന് പറയുന്നത് 16/25 ഹൈറ്റിൻ്റെ റേഷ്യോയും 16/25. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ഇതാ, അതായത് കർവ്ഡ് സർഫസ് ഏരിയയുടെ റേഷ്യോ. ആദ്യത്തെ കർവ്ഡ് സർഫസ് ഏരിയ 2πr1h ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ കർവ്ഡ് സർഫസ് ഏരിയ 2πr2h2 എനിക്കറിയാം രണ്ടും ഒരേ റേഡിയസ് ഉള്ള സിലിണ്ടറുകളായതുകൊണ്ട് R1ഉം R2 ഈക്വലാണ്. അപ്പോൾ ഈ 2πr1ഉം ഈ 2πr2ഉം വെട്ടിക്കളയാം. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ഹൈറ്റിൻ്റെ റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഉത്തരം 16/25 തന്നെയാണ് കിട്ടുന്നത്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 16/25 തന്നെയാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് വന്നത്. അത് ഏത് ചാപ്റ്ററാണ്? 3D ജോമെട്രിയാണ് അല്ലേ? 3D ജോമെട്രിയുടെ ഒരു 1.5 ചോദ്യമായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം. എ കണ്ടെയ്നർ വിത്ത് എ സർക്കുലാർ ബേസ് ഈസ് ബിൽഡ് ഇൻ സ്റ്റേജ് ആയിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇൻ ഈച്ച് സ്റ്റേജ് കണ്ടെയ്നർ ഈസ് ബിൽഡ് ഇൻ 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണോ? ഓരോ കണ്ടെയ്നറും 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളതാണ്. ബട്ട് ഇൻ ഈച്ച് സ്റ്റേജ് റേഡിയസ് ഡിക്രീസസ് ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫ്രം 15 സെൻറ്റിമീറ്റർ ഇൻ സ്റ്റേജ് 1 ടു 3 സെൻറ്റിമീറ്റർ ഇൻ സ്റ്റേജ് 5. അപ്പം ആദ്യത്തെ സ്റ്റേജിൻ്റെ റേഡിയസ്, അതായത് ആ സർക്കുലർ സിലിണ്ടർ ഷേപ്പ്, അതിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്ററും സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ വീണ്ടും 3 കുറഞ്ഞ് അങ്ങനെ പോകുന്നു. അവസാനത്തെ 5ാമത്തെ സ്റ്റേജിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്ററാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ വോളിയം, ആ ഷേപ്പിൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണം. മക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഫിഗർ കാണുമ്പം നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നൊരു ഐഡിയ കിട്ടും. അതായത് ഇതാണ് അവരുദ്ദേശിക്കുന്ന ചോദ്യം, ഫിഗർ. അതായത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ട് അല്ലേ? ആ സിലിണ്ടറിക്കൽ ഷേപ്പ് ഏറ്റവും താഴത്തേത്, അതിൻ്റെ താഴത്തെ റേഡിയസ് അല്ലേ 15 സെൻറ്റിമീറ്റർ ആണ്. അതിന് 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റേജായിട്ട് മറ്റൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ട്. അതിൻ്റെ റേഡിയസ് വീണ്ടും 3 കുറയും. ഇവിടെ റേഡിയസ് 15 ആയിരുന്നു, ഇവിടെ റേഡിയസ് 12 ആണ്. ഹൈറ്റ് 10 തന്നെ. ഹൈറ്റ് എല്ലാത്തിനും 10 ആണ്, പക്ഷേ റേഡിയസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേതിൽ 15 ആണ് റേഡിയസ്, അടുത്തത് 12, അടുത്തത് 9, അടുത്തത് 6, അടുത്തത് 3. ഏറ്റവും അവസാനത്തെ സ്റ്റേജ് 5 വരുന്നതിൻ്റെ റേഡിയസ് 3 ആണ്. ഈ ഷേപ്പിൻ്റെ വോളിയം കാണണം. ഈ ഷേപ്പിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ വോളിയം പ്ലസ് ഈ സിലിണ്ടറിൻ്റെ വോളിയം പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്, ഈ 5 സിലിണ്ടറിൻ്റെ വോളിയം കൂട്ടുന്നതല്ലേ ആണ്. അപ്പോൾ ഓരോന്ന് കൂട്ടാം. ആദ്യത്തെ സിലിണ്ടറിൻ്റെ വോളിയം πr²h. അപ്പോൾ ആദ്യത്തെ സിലിണ്ടറിൻ്റെ വോളിയം നമുക്ക് എങ്ങനെ എടുക്കാം? ആദ്യത്തെ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ π ഇൻറ്റു അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? അതിൻ്റെ റേഡിയസ് 15 അല്ലേ? 15ൻ്റെ സ്ക്വയർ അല്ലേ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഇതാണ് ആദ്യത്തേതിൻ്റെ വോളിയം. പ്ലസ് രണ്ടാമത്തേതിൻ്റെ വോളിയം π ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ റേഡിയസ് 12 ആണ്. 12ൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച് 10 തന്നെയാണ് അല്ലേ? മൂന്നാമത്തേതിൻ്റെ വോളിയം π ഇൻറ്റു അവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 9 ആണ്. 9ൻ്റെ സ്ക്വയർ πr², എച്ച് എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ് അല്ലേ? അടുത്തതിൻ്റെ വോളിയം പ്ലസ് π ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ അത് 6 ആണ്. r² ഇൻറ്റു ഹൈറ്റ് 10 ആണ്. ഓക്കെ, അടുത്തതിൻ്റെ വോളിയം π, റേഡിയസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3ൻ്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 10 ആണ്. എല്ലാത്തിലും കോമൺ ഏതാ? പൈയും 10ഉം കോമൺ ആണ്. അത് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്ത് വരും? 15ൻ്റെ സ്ക്വയർ വരും. 15ൻ്റെ സ്ക്വയർ നമുക്കറിയാം 225 ആണ് അല്ലേ? 225 അല്ലേ? പ്ലസ് ഇവിടെ 12ൻ്റെ സ്ക്വയർ ബാക്കി വരും 144 ആണോ? പ്ലസ് ഇവിടെ 9ൻ്റെ സ്ക്വയർ ബാക്കി വരും 81, പ്ലസ് ഇവിടെ 6ൻ്റെ സ്ക്വയർ ബാക്കി വരും 36, പ്ലസ് ഇവിടെ 3ൻ്റെ സ്ക്വയർ ബാക്കി വരും 9. ശരിയല്ലേ? സോ π ഇൻറ്റു
10 ഇൻറ്റു ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 495 മക്കളെ. സോ ആൻസർ 4950 പൈ എന്നാണ് ആൻസർ കിട്ടുന്നത്. 4950 പൈ. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഇതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു അല്ലേ? നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സമയം പോകും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റേഞ്ച് കൂടിയ ഒരു ചോദ്യമായിരുന്നു എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാവും. കാരണം ഇത് ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ചോദ്യമാണ്. പക്ഷേ അത് വെള്ളവും ഒഴുക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാതെ എയർക്രാഫ്റ്റ് എയറിൽ പറഞ്ഞേക്കുക അല്ലേ? ഈ ചോദ്യം നമുക്ക് പണി തന്നു ആണോ? ചെയ്തെടുക്കാം, ആ കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലായാൽ മതി. അതായത് ആൻ എയർക്രാഫ്റ്റ് വൈൽ മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് അല്ലേ? നമ്മൾ ഒഴുക്കിന് അനുകൂലമായി നീന്തുക എന്ന് പറയുന്ന പോലെ ഇവിടെ വിൻഡിന് അനുകൂലമായി പോവുക. അങ്ങനെ പോകുമ്പം 1000 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ. വൈൽ മൂവിങ് എഗെയിൻസ്റ്റ് ദ വിൻഡ്, ഒഴുക്കിനെതിരെ എന്ന് നമ്മൾ പറയുന്നതിന് പകരം ഇവിടെ വിൻഡിനെതിരെ പോയാൽ 2.5 മണിക്കൂർ വേണം 1000 കിലോമീറ്റർ സഞ്ചരിക്കാൻ. അസ്യൂമിങ് ദാറ്റ് ദ സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ദ വിൻഡ് ആർ കോൺസ്റ്റന്റ് ഇൻ ബോത്ത് ഡയറക്ഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ ഓഫ് ദ വിൻഡ്? അതായത് കാറ്റിൻ്റെ വേഗത എത്ര? നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീമിൽ പറയുവാണെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എത്ര? അപ്പോൾ ആ ലോജിക്ക് തന്നെ മനസ്സിലാക്കിയാൽ മതി. നമുക്കറിയാം ഒഴുക്കിന് അനുകൂലമായ വേഗത എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വിൻഡിന് അനുകൂലമായ വേഗത. നമുക്ക് ഒഴുക്കിന് അനുകൂലമായ വേഗത നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വിൻഡിന് അനുകൂലമായ വേഗത നമുക്ക് എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അവർ പറഞ്ഞേക്കുന്നത് 1000 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാൻ പറ്റും. 1000/2 അപ്പോൾ 500 കിലോമീറ്റർ പെർ അവറാണ് വിൻഡിന് അനുകൂലമായ വേഗത, അല്ലെങ്കിൽ നമ്മുടെ ബോട്ട് ആൻഡ് സ്ട്രീം ലോജിക്ക് പറഞ്ഞാൽ ഒഴുക്കിന് അനുകൂലമായ വേഗത. ഇനി നമുക്കറിയാം ഒഴുക്കിനെതിരായ വേഗത ബി കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ അത് വിൻഡിനെതിരായ വേഗതയാണ്. വിൻഡിനെതിരായ വേഗത 2.5 മണിക്കൂർ കൊണ്ട് 1000 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ 1000/2 400 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും വിൻഡിനെതിരായ വേഗത. ശരിയല്ലേ? ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മളോട് കണ്ടുപിടിക്കാൻ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ ഓഫ് ദി വിൻഡ്, വിൻഡിൻ്റെ സ്പീഡാണ്. അപ്പോൾ ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ലോജിക്ക് പറഞ്ഞാൽ ഒഴുക്കിൻ്റെ വേഗതയാണ്. നമ്മൾ ഒഴുക്കിൻ്റെ വേഗത വി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എയും ബിയും അറിയാമെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത കാണാൻ A - B / 2 ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയാണോ? അപ്പം ഇതിൻ്റെ വ്യത്യാസം 100 / 2 ഉത്തരം ആൻസർ 50 കിലോമീറ്റർ പെർ അവർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ തന്നെ ഒരു ചോദ്യമാണ്, ആ ലോജിക്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് വിൻഡും പ്ലെയിനുമായിട്ട് തന്നു എന്ന് മാത്രം. മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം, ആവറേജ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 16, 16ൻ്റെ തുടർച്ചയായ 3 ഗുണിതങ്ങളുടെ ആവറേജ് 432 ആണെങ്കിൽ അതിലെ ഫസ്റ്റ് നമ്പർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ നമുക്കറിയാം 16ൻ്റെ തുടർച്ചയായ 3 മൾട്ടിപ്പിൾസ് എഴുതിയാൽ അതിൻ്റെ ആവറേജ് എപ്പോഴും നടുക്കത്തെ സംഖ്യയായിരിക്കും. നമ്മൾ പഠിച്ചു ഒരു സമാന്തര ശ്രേണി, അതായത് 16ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇത് 3, 16ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എന്ന് പറഞ്ഞാൽ 16 കൂടി വരുന്ന സംഖ്യകളാണ്. ഇങ്ങനെ ഒരേ വ്യത്യാസമുള്ള സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുക്കത്തെ സംഖ്യയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 16ൻ്റെ തുടർച്ചയായ 3 മൾട്ടിപ്പിൾസ് എഴുതിയാൽ അതിൻ്റെ നടുക്കത്തെ സംഖ്യയായിരിക്കും ആ 3 എണ്ണത്തിൻ്റെയും കൂടെ ആവറേജ്. ഇവിടെ ആവറേജ് 432 തന്നിട്ടുണ്ട്. അപ്പം നടുക്കത്തെ സംഖ്യയാണ് 432 എങ്കിൽ ഫസ്റ്റ് നമ്പർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 16 കൂടി വരുന്ന സംഖ്യകളല്ലേ, ഫസ്റ്റ് നമ്പർ കാണാൻ 432 16 കുറച്ചാൽ പോരെ, ആൻസർ 416 എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 416 ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മുടെ എക്സ്പോണൻസ് എന്ന ഭാഗത്ത് നിന്നാണ്. 25 raised to p - 1 + 100 = 5 raised to 2p - 1. ഫൈൻഡ് ദ വാല്യൂ ഓഫ് p. മക്കളെ ഇത് സാധാരണഗതിയിൽ ചെയ്തെടുക്കാൻ കുറച്ച് തലവേദനയാണ്.
സമയം പോകും. നമ്മൾ ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഏത് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ ശരിയാകുന്നതെന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇക്വേഷൻ ശരിയാവുന്നുണ്ട്. കാരണം 25 റേസ് ടു പി 2 ആണെങ്കിൽ 2 - 1 1 കിട്ടും, പ്ലസ് 100 അല്ലേ ഈസ് ഈക്വൽ ടു ഇനി 5 റേസ് ടു 2p എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി 2 എടുക്കുകയാണെങ്കിൽ 2p 4 ആണ്. 4 - 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 5 റേസ് ടു 3 അത് 125 ഇതും 125 അല്ലേ. അപ്പോൾ ഉത്തരം നമുക്ക് വേഗം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഓപ്ഷനിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. ഈ ചോദ്യം അങ്ങനെ എടുക്കാൻ പറ്റുകയും ചെയ്യും. ഇനി ഇത് ചെയ്ത് തന്നെ തെളിയിക്കണം നിർബന്ധമാണെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നേക്കാം. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിനെ അതായത് ആദ്യത്തെ ഇതിനെ 25നെ എനിക്ക് എങ്ങനെ എഴുതാം? 25നെ എനിക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? അതായത് ഇത് 5 റേസ് ടു 2p - 2 എന്നതിനെ എഴുതാം. കാരണം 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണോ? 5 സ്ക്വയർ ഓൾ റേസ് ടു p - 1 അല്ലേ? ആണോ? സോ 2 കൊണ്ട് മുകളിലേക്ക് ഗുണിക്കുമ്പോൾ 5 റേസ് ടു 2p - 2 എന്ന് വരും. അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, പ്ലസ് 100 ഈസ് ഈക്വൽ ടു അവിടെ 5 റേസ് ടു 2p - 1 എന്ന് കിട്ടും അല്ലേ. ഈ 100 അങ്ങോട്ട് കൊണ്ടുപോകാം. യെസ്, അല്ലെങ്കിൽ 100 അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകാം. 100 അവിടെ നിൽക്കട്ടെ. അപ്പോൾ എങ്ങനെ വരും? 100 ഈസ് ഈക്വൽ ടു അല്ലേ, 100 ഈസ് ഈക്വൽ ടു 5 റേസ് ടു 2p - 1 മൈനസ് 5 റേസ് ടു 2p - 2 എന്ന് വരും. ഓക്കെ മക്കളെ, ഇനി മനസ്സിലാക്കുക. 2p - 1 5 റേസ് ടു 2p - 1 എന്ന് പറഞ്ഞാൽ 5 റേസ് ടു 2p ഡിവൈഡഡ് ബൈ 5 റേസ് ടു 1 ആണ്. ഇങ്ങനെ വരുമ്പോഴല്ലേ പവറുകൾ തമ്മിൽ നമ്മൾ കുറയ്ക്കുന്നത്. അതുപോലെ 5 റേസ് ടു 2p - 2 എന്ന് പറഞ്ഞാൽ 5 റേസ് ടു 2p ഡിവൈഡഡ് ബൈ 5 റേസ് ടു 2 ആണ്. അപ്പോൾ അങ്ങനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും മക്കളെ? 5 റേസ് ടു 2p ഡിവൈഡഡ് ബൈ 5 മൈനസ് 5 റേസ് ടു 2p ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ അതായത് 25 എന്ന് വരും. ചെയ്തത് ക്ലിയർ ആണോ? രണ്ടിലും 5 റേസ് ടു 2p കോമൺ ആണ്. 5 റേസ് ടു 2p പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ട്? 1/5 മൈനസ് 1/25 എന്ന് വരും. ശരിയല്ലേ? അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇങ്ങോട്ട് എഴുതാം. 5 റേസ് ടു 2p ഇൻറ്റു നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 25 - 5 20/20 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 25 125 എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇവിടെ 100 എന്ന് കിടപ്പുണ്ട്, ഈക്വൽ ടു 100. ശരിയല്ലേ? വെട്ടിക്കളയാലോ. ഇതും കൂടെ വെട്ടിക്കളയാം. നമുക്ക് 5 തവണ 125 അങ്ങോട്ട് പോകുമ്പോൾ 5 റേസ് ടു 2p ഈസ് ഈക്വൽ ടു 625 എന്ന് വരും. നമുക്കറിയാം 5 റേസ് ടു 4 ആണ് 625. അപ്പോൾ പിയുടെ വില 2 വന്നാലേ 2 × 2 4 ആവത്തുള്ളൂ. അതിൽ നിന്ന് p ഈസ് ഈക്വൽ ടു 2 ആണ് എന്ന് കണ്ടുപിടിക്കാം. ഇത്രയും വലിച്ചു വാരി ചെയ്യേണ്ട വരും. അതിലും നല്ലത് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതാണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. 9 × 9 മൈനസ് 9 ഡിവൈഡഡ് ബൈ 1/9 പ്ലസ് 9 എത്ര? ആദ്യം ഡിവിഷൻ ചെയ്യണം. ഹരിക്കാനുള്ള നിയമം തിരിച്ചിട്ട് ഗുണിക്കുക എന്ന്. അപ്പം 9 × 9/1 എന്ന് വരും. അതായത് 81 എന്ന് കിട്ടും അത്. സോ ഇതും 81 ആണ്. ശരിയല്ലേ? അപ്പോൾ ബാക്കി 81 മൈനസ് 81 പ്ലസ് 9 എന്ന് വരും. സോ ആൻസർ 9 എന്ന് കിട്ടും. 81 മൈനസ് 81 0 ആയിപ്പോവും അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 9 ആണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 37 എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വന്നു? O എന്ന് പറഞ്ഞാൽ 15ാമത്തെ ലെറ്ററാണ്. N എന്ന് പറഞ്ഞാൽ 14ാമത്തെ ലെറ്ററാണ്. E എന്ന് പറഞ്ഞാൽ 5ാമത്തെ ലെറ്ററാണ്. എല്ലാം കൂടെ കൂട്ടി ആണോ? എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു 3യും കൂടെ കൂട്ടുന്നതാണ് 37 അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പം നമുക്ക് എത്രയാണ് വരുന്നത് മക്കളെ? 34 എന്നാണ് വരുന്നത്. 34 + 3 ആണ് 37.
ആ 3 എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പം ഈ 3 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്, ആ ലെറ്റേഴ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അടുത്തതിലും ഇതുപോലെ തന്നെയാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്നത് അവർ കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാ, 61 എങ്ങനെ വന്നു? ടി എന്ന് പറഞ്ഞാൽ 20-ാമത്തെയാണ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 23 ഒ എന്ന് പറഞ്ഞാൽ 15 അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടണം, എന്നിട്ട് ലാസ്റ്റ് ഒരു 3യും കൂടെ കൂട്ടണം. സോ അതാണ് 61. അപ്പോൾ അതേ പരിപാടി അടുത്തതിലും കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പം 6 എന്നല്ലേ മക്കളെ, 6 എന്നാണ്. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ എത്രയാ? എസ് എന്ന് പറഞ്ഞാൽ 19, ഐ എന്ന് പറഞ്ഞാൽ എത്രയാ? 9, എക്സ് എന്ന് പറഞ്ഞാൽ 24. എസ് 19, ഐ 9, എസ് 24. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം നമുക്ക് 52 കിട്ടും. അതിൻ്റെ കൂടെ ഇവിടെ എണ്ണം 3 ആയതുകൊണ്ട് അതും കൂടെ കൂട്ടുമ്പോൾ 52 + 3 ആൻസർ 55 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 55 ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. അടുത്തത് മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാനാണ്. 2 ഉണ്ട്, 8 ഉണ്ട്, 18 ഉണ്ട്, 32 ഉണ്ട്, 50 ഉണ്ട്, 72 ഉണ്ട്. അടുത്തത് കാണാനാണ് ചോദ്യം. ഓക്കെ, ഇവിടെ കൂടിയത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ കൂടിയത് 6. ഓക്കെ, ഇവിടെ കൂടിയത് 10. ഓക്കെ, ഇവിടെ കൂടിയത് 14. ഇവിടെ കൂടിയത് 18. ഇവിടെ കൂടിയത് 22 അല്ലേ? യെസ്. ഇവിടെ കൂടേണ്ടത് 26. അപ്പം 72 + 26 വരേണ്ടത്. അതായത് 70, 20, 90, 98 വരണം. അങ്ങനെ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് ആൻസർ നൺ ഓഫ് ദി എബവ് ആണ് വരുന്നത്. ആദ്യം 6 കൂടി, 10 കൂടി, 14 കൂടി, 18 കൂടി, 22 കൂടി, 26 കൂടണം. സോ ആൻസർ 98 ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് നൺ ഓഫ് ദി എബവ്. ഇനി ഒരു ഇത് തന്നിട്ട് ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ വേറെ ഒന്നും ആലോചിക്കാനില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ അതിൽ ഓപ്ഷൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഉത്തരം കിട്ടുന്നത്. 72 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 10 + 4 × 2 അല്ലേ? നമുക്കറിയാം 72/4 എന്ന് പറഞ്ഞാൽ 18. ഇത് 8ഉം 10 + 8 18. 18 = 18 എന്ന് വരുന്നത് ഓപ്ഷൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്. അങ്ങനെ മനസ്സിലാക്കി ചെയ്യാം. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, പിക്ക് ദ ഓഡ് വൺ കണ്ടുപിടിക്കണം അല്ലേ? ഇതെല്ലാം 3ന്റെ പവറുകളാണ് മക്കളെ. സോ 9 എന്ന് പറഞ്ഞാൽ 3^2 27 3³ 81 3^4 243 ഇവിടെ വരണ്ടേ, അതാണ് 3^5 അല്ലേ? ഇവിടെ 3^6, ഇത് 3^7 കണ്ടോ? അപ്പോൾ 246 പകരം 243 വരണമായിരുന്നു. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടത് 246. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2 persons are going together. One of them said to the other, though you are my father, yet I am not your son. താങ്കൾ എൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ താങ്കളുടെ മകനല്ല. താങ്കൾ എൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ താങ്കളുടെ മകനല്ല. മകനല്ലെങ്കിൽ മകളായിരിക്കും അല്ലേ? അച്ഛനാണെങ്കിലും മകനല്ല എന്ന് പറഞ്ഞാൽ മകളാണെന്നല്ലേ അർത്ഥം. സോ ഇവിടെ ഇവർ തമ്മിലുള്ള റിലേഷൻ ഫാദർ ആൻഡ് ഡോട്ടർ ആണ്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്ത ചോദ്യം ഡയറക്ഷൻ്റെ ഒരു ചോദ്യമാണ്. ഡയറക്ഷൻ്റെ ചോദ്യം. ഓക്കെ, എ ഈസ് 20 മീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് ബി അല്ലേ? അപ്പോൾ ബി എ കമ്പയർ ചെയ്താൽ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ബി ആദ്യം വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ ബി അല്ലേ? ഓക്കെ, ഇനി ബി എ ആധാരമാക്കിയാണ് ഡയറക്ഷൻസ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ മക്കളെ? ബി എ ആധാരമാക്കിയാണ് ഡയറക്ഷൻസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബി എന്ന പോയിന്റിനെ ആധാരമാക്കിയാണ് നമ്മൾ പറയേണ്ടത്. ശരി, എ ഈസ് 20 മീറ്റർ സൗത്ത് വെസ്റ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ബിയുടെ നോർത്ത് ഇത്, സൗത്ത് ഇത്,
ഈസ്റ്റ് ഇത്, വെസ്റ്റ് ഇത്. സൗത്ത് വെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, ശരിയല്ലേ? 20 മീറ്റർ സൗത്ത് വെസ്റ്റ് ആണ് ആര്? എ. 20 മീറ്റർ സൗത്ത് വെസ്റ്റ് ആണ്. സോ ഇവിടെയാണ് എ. ഇത് 20 മീറ്റർ സൗത്ത് വെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡിയല്ലേ? അപ്പോൾ ഈ ദൂരം 20 മീറ്റർ ആണ്. 20 മീറ്റർ ആണ്. റെഡിയല്ലേ മക്കളെ? അടുത്തത് സി ഈസ് 20 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് ബി. സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, ഇതാണ് സൗത്ത് ഈസ്റ്റ് അല്ലേ? 20 മീറ്റർ സൗത്ത് ഈസ്റ്റ് ആണ് ആര്? 20 മീറ്റർ സൗത്ത് ഈസ്റ്റ് ആണ് സി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് 20 മീറ്റർ സൗത്ത് ഈസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും 20 മീറ്റർ തന്നെയാണ് അല്ലേ? അപ്പോൾ ഒരേ അകലമായിരിക്കുകയല്ലേ മക്കളെ? 20 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവർ രണ്ടുപേരും ഒരേ അലൈൻമെൻറ്റിൽ കിടക്കുന്നവരായിരിക്കും അല്ലേ? ഇനി ചോദിച്ചേക്കുവാണ് സി ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് എ. എയുടെ ഏത് ഡയറക്ഷനിലാണ് സി? നമുക്കറിയാം എയുടെ ഈ ഡയറക്ഷനിലാണ് സി. എയുടെ ഈ ഡയറക്ഷനിലാണ് സി, ശരിയല്ലേ? ഈ ഡയറക്ഷനിലാണ് സി. അത് ഏത് ഡയറക്ഷനാണ് മക്കളെ? ഈസ്റ്റ് അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഈസ്റ്റ്. എയുടെ ഏത് ഡയറക്ഷനിലാണെന്നാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു. ഇവിടെ ചെയ്തേക്കുന്നത് ഒന്നുമില്ല മക്കളെ, അതായത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് കിട്ടാൻ. അതായത് ഈ ചെറിയ രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമാണ് വലിയ സംഖ്യ. ഇവിടെ ചെറിയ രണ്ട് സംഖ്യകൾ, ഒന്ന് 11ഉം ഒന്ന് 13ഉമാണ്. ഇവയുടെ സ്ക്വയറുകളുടെ വ്യത്യാസമാണ് 48. അതായത് 13ൻ്റെ സ്ക്വയർ 169ഉം 11ൻ്റെ സ്ക്വയർ 121ഉം. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് 48. ഓക്കെ, ഇവിടെ ചെറിയ രണ്ട് സംഖ്യകൾ ഇത് രണ്ടുമല്ലേ? ഇവയുടെ വ്യത്യാസമാണ് മൂന്നാമത്തെ സംഖ്യ. അതായത് 12ൻ്റെ സ്ക്വയർ 144 മൈനസ് 9ൻ്റെ സ്ക്വയർ 81. അവയുടെ വ്യത്യാസമാണ് 63. അപ്പോൾ ഇവിടെ ചെറിയ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എടുക്കണ്ടേ? ഇത് ചെറിയ രണ്ട് സംഖ്യകളാണെന്ന് മനസ്സിലാവാൻ കാരണം ഓപ്ഷൻസ് എല്ലാം വലുതാണ്. അപ്പോൾ 25ൻ്റെ സ്ക്വയർ മൈനസ് 21ൻ്റെ സ്ക്വയർ ആണ് ഉത്തരം അല്ലേ? 25ൻ്റെ സ്ക്വയർ മൈനസ് 25ൻ്റെ സ്ക്വയർ നമുക്കറിയാം 625 ആണ്. 21ൻ്റെ സ്ക്വയർ നമുക്കറിയാം 441. 625 മൈനസ് 441 ഉത്തരവായിട്ട് വരുന്നത്. ആൻസർ 184 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അടുത്തത് കലണ്ടറിൻ്റെ ഒരു കോമൺ ചോദ്യമാണ്, എപ്പോഴും കാണാറുണ്ട്. 2026 തുല്യമായ വർഷം അല്ലേ? ദ കലണ്ടർ ഓഫ് ദി ഇയർ 2026 ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ഇൻ ദി ഇയർ അല്ലേ? ഒരു വർഷം തന്നിട്ട് അതിന് തുല്യമായ വർഷം ഇനി എന്ന് വരും എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ രണ്ടക്കത്തെ, വർഷത്തിൻ്റെ അവസാനത്തെ രണ്ടക്കത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം ശിഷ്ടം എത്ര കിട്ടും എന്ന് നോക്കണം. നമുക്കറിയാം ഇവിടെ 26നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 24 കഴിഞ്ഞ് ബാക്കി 2 ആണ്. ശിഷ്ടം 2 ആണ് കിട്ടുന്നതെങ്കിൽ, ശിഷ്ടം 2ഓ 3ഓ ആണ് കിട്ടുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ 11 കൂട്ടുന്നതായിരിക്കും ഉത്തരം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ 2026 പ്ലസ് 11 2037 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ? ശിഷ്ടം 1 കിട്ടിയാൽ 6 കൂട്ടണം, ശിഷ്ടം 2ഓ 3ഓ കിട്ടിയാൽ 11 കൂട്ടണം, ശിഷ്ടം 0 ആണെങ്കിൽ 28 കൂട്ടണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്തത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. 61 ഇൻറ്റു 14 ഇൻറ്റു 127/18 ഇതിൻ്റെ എല്ലാം ഗുണിച്ച് കിട്ടുന്നതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ആദ്യം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അത് 1 ആണ്. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4 ആണ്. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ 7 പുറത്തേക്ക് ഇറക്കി എഴുതി 18നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം നോക്കി 16 കഴിഞ്ഞ് ബാക്കി 2. 7ൻ്റെ സ്ക്വയർ 49 ആണ്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9 ആണ്. 1ഉം 4ഉം കൂടെ ഗുണിച്ചു 4, 4 9 കൂടെ ഗുണിക്കും 9 4 36. ഒറ്റയുടെ സ്ഥാനത്ത് 6 വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് 6 എന്നാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എക്സ്പ്ലനേഷനുമായിട്ട് കാണാം. ടാറ്റാ.